ഹലോ, ഇത് കണ്ടോ, ഇന്ന് ഈസ്റ്റർ സർവീസിന് പോയപ്പോൾ പള്ളിയിലുള്ള ഒരു ആൻറ്റി ഞങ്ങൾക്ക് കൊണ്ടു തന്ന പനിക്കൂർക്ക എന്നാണ് ഇതിന് പറയുന്നത്. അവരുടെ വീട്ടിൽ ഒത്തിരി ഉണ്ട്. അപ്പോൾ ആൻറ്റി ഒരു കുപ്പിക്കകത്ത് വെള്ളം നിറച്ചിട്ട് കുറേ ഇതിൻ്റെ തൈകൾ ഇങ്ങനെ കൊണ്ടുവന്നു. അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ എടുത്തുകൊണ്ട് വീട്ടിൽ പോയി. ഞാൻ ഇങ്ങനെ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച്, കാരണം നല്ല ചൂടായിപ്പോൾ ഇവിടെ, അപ്പം അങ്ങനെ പെട്ടെന്ന് വാടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ്സിൽ ഇങ്ങനെ ഇത്രയും വെള്ളം നിറച്ച് പെട്ടെന്ന് കൊണ്ട് കാറിൻ്റെ അകത്ത് വെച്ചു. പിന്നെ ഞങ്ങൾക്ക് ഈസ്റ്റർ സർവീസ് ആയതുകൊണ്ട് ഞങ്ങളെല്ലാം ഇറങ്ങി വരാൻ കുറച്ച് നേരം എടുക്കും. അപ്പോൾ അതുവരെ ഇത് ജീവനോടെ ഇരിക്കണമല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ വെച്ചു. പിന്നെ ഇപ്പം ഞങ്ങൾ പള്ളിയിൽ പോയിട്ടെല്ലാം തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നടാം. അപ്പം ഞാൻ ഈ ചട്ടിക്കകത്തിൽ ഓർഗാനിക് ഗാർഡൻ സോയിലൊക്കെ നിറച്ച്, ഓക്കെ, ഒത്തിരി ഇതൊന്നും വേണ്ട. അതുകൊണ്ട് നമ്മൾ ആകെ 2 തൈയേ ഉള്ളൂ. സോ നമ്മൾ വളരെ സിമ്പിളായിട്ട് എൻ്റെ 2 കുഴി ഒഴിച്ച് ഇത് രണ്ടും ഇങ്ങോട്ട് നടാൻ പോവാം. ഓക്കെ, ഒത്തിരി ആഴമൊന്നും വേണ്ടല്ലേ. ആൻറ്റി പറഞ്ഞത് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ കുഴിച്ച് വെച്ചാൽ മതി, അത് പെട്ടെന്ന് ഇങ്ങനെ പിടിക്കുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. അവിടെ കൊണ്ടുവച്ചപ്പോൾ തന്നെ നല്ല മണമായിരുന്നു ഇതിൻ്റെ. അപ്പം ഞാൻ ആ റൂമിലോട്ട് കയറിയപ്പോൾ ഓർക്കുകയും ചെയ്തേ, ഇതെവിടെ നിന്നായി നല്ല മണം. പിന്നെ മനസ്സിലായത്, എൻ്റെ ഇങ്ങനെ പറഞ്ഞത് ഞാൻ ഇവിടുത്തെ കൊണ്ടുവച്ചിട്ടുണ്ട്, ഇഷ്ടമുള്ളവരൊക്കെ എടുത്തുകൊണ്ട് പൊക്കോ എന്നിങ്ങനെ പറഞ്ഞു. ഇപ്പം ഞാൻ നട്ടിട്ടുണ്ട്. ഓക്കെ, 2 ചെറിയ തൈ. നമുക്ക് ഇച്ചിരി ഒന്ന് വെള്ളം നിറച്ച് കൊടുക്കാം. നല്ല ചൂടാണിപ്പോൾ ഇവിടെ, സർവൈവ് ചെയ്യണമല്ലോ. ഓക്കെ, ഇച്ചിരി തളിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പം നമ്മുടെ പനിക്കൂർക്ക റെഡി ടു ഗോ.